ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു പറഞ്ഞത്. ഇപ്പോൾ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഷെയർഡ് മെമ്മറിയാണ്, മറ്റൊന്ന് മെസ്സേജ് പാസിംഗ് ആണ്. പിന്നെ നമ്മൾ നോക്കുന്നത് ഷെയർഡ് മെമ്മറി സിസ്റ്റംസ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Okay, so inter-process communication using shared memory requires communicating processes to establish a region of shared memory. Typically, a shared memory region resides in the address space of the process creating the shared memory segment. Other processes that wish to communicate using this shared memory segment must attach it to the address space. Normally, the operating system tries to prevent one process from accessing another process memory. Shared memory requires that 2 or more processes agree to remove this restriction. They can then exchange information by reading and writing data in the shared areas. The form of the data and the location are determined by these processes and are not under the control of operating system. The processes are also responsible for ensuring that they are not writing to the same location simultaneously. അപ്പോൾ ഒരു ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഷെയർഡ് മെമ്മറി യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ് എങ്കിൽ ഇത്തരം പ്രോസസ്സസിന് ഒരു ഷെയർഡ് മെമ്മറി റീജിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. കാരണം ഈ ഒരു ഷെയർഡ് മെമ്മറി റീജിയൻ എന്ന് പറയുമ്പോൾ 2 പ്രോസസ്സ് ഒരു ഷെയർഡ് മെമ്മറിയിലാണ് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രോസസ്സ് എക്ക് പ്രോസസ്സ് ബിയിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോസസ്സ് എ ഷെയർഡ് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യും. ആ റൈറ്റ് ചെയ്ത മെസ്സേജ് പ്രോസസ്സ് ബി റീഡ് ചെയ്യും. ഇത്തരത്തിലാണ്. അപ്പോൾ ഏത് പ്രോസസ്സിനാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത്, ആ പ്രോസസ്സാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ആ ഒരു ഷെയർഡ് മെമ്മറി റീജിയൻ. ഓക്കെ, ആ ഷെയർഡ് മെമ്മറി റീജിയൻ അത് ആരുടെ മെമ്മറിയിലായിരിക്കും ഉണ്ടാവുക? ആരുടെ അഡ്രസ് സ്പേസിലായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക? പ്രോസസ്സ് എയുടെ അഡ്രസ് സ്പേസിലാണ് ആ ഒരു ഷെയർഡ് മെമ്മറി റീജിയൻ റിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ മറ്റൊരു പ്രോസസ്സിന് ആ ഒരു പ്രോസസ്സിനെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ് സ്പേസിലേക്ക് ഈ ഒരു ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റ് അറ്റാച്ച് ചെയ്യണം. പ്രോസസ്സ് ബിക്കാണ് തിരിച്ച് എയിലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റിപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റീഡ് ചെയ്യേണ്ടത് എങ്കിൽ പ്രോസസ്സ് ബിയുടെ അഡ്രസ് സ്പേസിലേക്ക് ആ ഒരു ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റ് അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കേസസിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോർമലി ഒരു പ്രോസസ്സിൻ്റെ മെമ്മറി മറ്റൊരു പ്രോസസ്സ് ആക്സസ് ചെയ്യുന്നത് തടയും. ഇത്തരത്തിലൊരിക്കലും അലോ ചെയ്യില്ല. ഇനി ഒരു പ്രോസസ്സിനെ വേറൊരു പ്രോസസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസൊക്കെ ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ ഒരു പ്രോസസ്സിന് വേറൊരു പ്രോസസ്സിലേക്ക് റൈറ്റ് ചെയ്യാം, അതുപോലെ തന്നെ വേറൊരു പ്രോസസ്സിന് റീഡ് ചെയ്യാം. ഇത്തരത്തിൽ നമുക്ക് ഒരു എത്തരത്തിലുള്ള ഡാറ്റയാണ് സെൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? പ്രോസസ്സാണ്. അതൊരിക്കലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. ഇനി അതുപോലെ തന്നെ ഒരേ സെയിം ലൊക്കേഷനിൽ തന്നെ റൈറ്റ് ചെയ്യുന്നില്ല എന്ന് എൻഷുർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്ക് തന്നെയാണുള്ളത്? ഈ ഒരു പ്രോസസ്സിന് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം, ഇപ്പോൾ ഒരു റൂം നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഒരു റൂമിൽ ഒരാൾ താമസിക്കുന്നത്. അപ്പോൾ അയാൾക്ക് വേറൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം ആർക്കാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അപ്പോൾ അയാൾ മറ്റൊരാളെ തൻ്റെ റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അവർക്കൊരു സ്പേസ്, ഒരു റൂം, ആ ഒരു ഫ്ലാറ്റിൽ ഒരു റൂം എന്ത് ചെയ്യുന്നു? അവർക്ക് അലോക്കേറ്റ് ചെയ്യുന്നു. അവിടെ വെച്ചവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഒരു വ്യക്തി അയാളുടെ ഫ്ലാറ്റിലേക്ക് വേറൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ അയാളുടെ ഫ്ലാറ്റിലെ റൂമാണ് എന്ത് ചെയ്യുന്നത്? അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്ത് അവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നോർമലി ഇതുപോലെ ഒരു ഫ്ലാറ്റിലേക്ക് വേറൊരാളെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണെങ്കിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുമോ? ഇല്ല. അപ്പോൾ അത്തരം കേസസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം ലോസ് നമ്മൾ എന്ത് ചെയ്യണം? റെസ്ട്രിക്റ്റ് ചെയ്യണം. അത്തരം റെസ്ട്രിക്ഷൻസ് നമ്മൾ റിമൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ പ്രോസസ്സിൻ്റെ കേസും. നോർമലി ഇത്തരം പ്രോസസ്സിനെ ഇത്തരത്തിൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ മെമ്മറി മറ്റൊരു പ്രോസസ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ്
ആര് വെച്ചിട്ടുണ്ട്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം റെസ്ട്രിക്ഷൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു പ്രോസസ്സിന് വേറൊരു പ്രോസസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഡയഗ്രാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ പ്രോസസ്സ് എ ഉണ്ട്, പ്രോസസ്സ് ബി ഉണ്ട്. അപ്പോൾ പ്രോസസ്സ് എയുടെ അഡ്രസ് സ്പേസിലാണ് ഏതുള്ളത്? ഈ ഒരു ഷെയർഡ് മെമ്മറി റീജിയൻ ഉള്ളത്. അപ്പോൾ പ്രോസസ്സ് എ ഷെയർഡ് മെമ്മറി റീജിയനിൽ റൈറ്റ് ചെയ്യും. ആ റൈറ്റ് ചെയ്തത് ആര് റീഡ് ചെയ്യും? പ്രോസസ്സ് ബി റീഡ് ചെയ്യും. ഇത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പോൾ എ പ്രൊഡ്യൂസർ പ്രോസസ് പ്രൊഡ്യൂസസ് information that is consumed by a consumer process. For example, a compiler may produce assembly code which is consumed by an assembler, and the assembler in turn may produce object modules which are consumed by the loader. The producer-consumer problem also provides a useful metaphor for the client-server paradigm. അപ്പോൾ നമുക്ക് ഈ ഒരു ഷെയർഡ് മെമ്മറി റീജിയൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റുന്നത്, ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നതാണ് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം. ഇതിൽ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസർ പ്രോസസ്സ് ഇൻഫോർമേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഈ ഇൻഫോർമേഷൻസ് കൺസ്യൂം ചെയ്യുന്ന ആരാണ്? കൺസ്യൂമർ പ്രോസസ്സ് ആയിരിക്കും. അപ്പോൾ കൺസ്യൂമർ പ്രോസസ്സ് എന്ത് ചെയ്യും? അത് റീഡ് ചെയ്യും. ഓക്കെ, അതാണ് കൺസ്യൂമർ പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കമ്പൈലർ എന്ത് ചെയ്യുന്നു? അസംബ്ലി കോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ അസംബ്ലി കോഡ് ആര് റീഡ് ചെയ്യുന്നു? അസംബ്ലർ റീഡ് ചെയ്യുന്നു. മറ്റൊരു എക്സാമ്പിൾ എന്താണ്? അസംബ്ലർ. ഒരു അസംബ്ലർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഒബ്ജക്റ്റ് മൊഡ്യൂൾസ്. ഇതാര് റീഡ് ചെയ്യുന്നു? ഇത് ലോഡർ. അപ്പം ലോഡറാണിത് കൺസ്യൂം ചെയ്യുന്നത്. ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അസംബ്ലർ. ഇത് വേറൊരു എക്സാമ്പിൾ ക്ലയൻറ്റ് സെർവർ മോഡലാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പ്രൊഡ്യൂസർ കൺസ്യൂമർ മോഡലിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ രണ്ട് പ്രോസസ്സുണ്ട്. ഒന്ന് പ്രൊഡ്യൂസറാണ്, മറ്റൊന്ന് കൺസ്യൂമറാണ്. പ്രൊഡ്യൂസർ പ്രോസസ് പ്രൊഡ്യൂസ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ. ഇനി ആ ഇൻഫോർമേഷൻ ആര് കൺസ്യൂം ചെയ്യും? കൺസ്യൂമർ പ്രോസസ്. എനിക്കത് സൊല്യൂഷൻ ഈസ് one solution to the producer consumer problem uses shared memory to allow producer and consumer processes to run concurrently. We must have available a buffer of items that can be filled by the producer and emptied by the consumer. പ്രൊഡ്യൂസർ കൺസ്യൂമറിൽ ഒരു ഷെയർഡ് മെമ്മറി റീജിയൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബഫർ ഉണ്ടായിരിക്കും. ആ ബഫറിലേക്കായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഈ പ്രൊഡ്യൂസ് ചെയ്തത് കൺസ്യൂമർ എവിടെ നിന്നാണ് കൺസ്യൂം ചെയ്യുന്നത്? ഈസ് എ ഷെയർഡ് മെമ്മറിയിൽ നിന്ന്. ഓക്കെ, പ്രൊഡ്യൂസർ എന്താണോ പ്രൊഡ്യൂസ് ചെയ്തത് അത് മാത്രമേ ആർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? കൺസ്യൂമർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ പ്രൊഡ്യൂസർ ഈ ബഫറിൽ പ്രൊഡ്യൂസ് ചെയ്ത് ബഫറിൽ ഫില്ല് ചെയ്യും. കൺസ്യൂമർ എന്ത് ചെയ്യുന്നു? കൺസ്യൂമർ അത് എംപ്റ്റി ചെയ്യുന്നു. Okay, and this buffer will reside in a region of memory that is shared by the producer and consumer processes. A producer can produce one item while the consumer is consuming another item, and the producer and consumer must be synchronized so that the consumer does not try to consume an item that has not yet been produced. അതായത് നമുക്കിപ്പോൾ പ്രൊഡ്യൂസർ കൺസ്യൂമറിൽ പ്രൊഡ്യൂസർ എന്താണോ പ്രൊഡ്യൂസ് ചെയ്തത് അത് മാത്രമേ ഒരു കൺസ്യൂമർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലേ? അങ്ങനത്തെ ഒരു കേസ് വരികയാണ് അവിടെ എപ്പോഴും ഒരു സിങ്ക്രോണൈസേഷൻ ഉണ്ടായിരിക്കണം. എപ്പോഴാണോ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഒരു കൺസ്യൂമർക്ക് അത് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അത് എംപ്റ്റി ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൺസ്യൂമർ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വരെയും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, then there are two types of buffers that can be used. First one is unbounded buffer and the other one is bounded buffer. Unbounded buffer means the places no practical limit on the size of the buffer. The consumer may have to wait for new items, but the producer can always produce new items. അതായത് ഇവിടെ രണ്ട് ടൈപ്പ് ബഫേഴ്സ് ആണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ അൺബൗണ്ടഡ് ബഫർ. അൺബൗണ്ടഡ് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രാക്ടിക്കൽ ലിമിറ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, കൺസ്യൂമർക്ക് കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, പക്ഷേ പ്രൊഡ്യൂസർക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കാം, പക്ഷേ കൺസ്യൂമർക്ക് ഒരു പുതിയ ഐറ്റം വരുന്നത് വരെയും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, കാരണം എന്താ? നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു പാത്രത്തിൽ നമ്മൾ
നമ്മൾ ദോശ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദോശ അവിടെ ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ കൺസ്യൂമർക്ക് അത് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഉണ്ടാക്കാത്ത ദോശ കഴിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് പ്രൊഡ്യൂസർ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു ബഫർ എന്ന് പറയുന്നത് നമ്മൾ പാത്രമായിട്ട് കൺസിഡർ ചെയ്യുക, ബഫറിലേക്ക് ഇടുന്നു, കൺസ്യൂമർ അതെന്ത് ചെയ്യുന്നു, അത് കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പാത്രത്തിനൊരു ലിമിറ്റ് നമ്മൾ കൊടുക്കുന്നില്ല. എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ പാത്രത്തിലേക്ക് ഇടാൻ വേണ്ടി പറ്റുമെങ്കിൽ അതെന്താണ്, അത് അൺബൗണ്ടഡ് ബഫറാണ്. ഇനി ബൗണ്ടഡ് ബഫർ എന്താണ്? ദ അസ്യൂം a fixed buffer size. In this case, the consumer must wait if the buffer is empty and the producer must wait if the buffer is full. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന പാത്രത്തിൽ ഒരു 10 ദോശ മാത്രമേ ഇടാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ 10 ദോശ നമ്മൾ ഉണ്ടാക്കി വെച്ചു, പക്ഷേ കൺസ്യൂമർ അത് കൺസ്യൂം ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? 11ാമതൊരു ദോശ പ്രൊഡ്യൂസർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ കൺസ്യൂമർക്ക് അത് ഫുള്ള് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പ്രൊഡ്യൂസർ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വരെയും ആ കൺസ്യൂമർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ആ ബഫറിനൊരു ലിമിറ്റ് ഉണ്ട് അല്ലേ? ലിമിറ്റ് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ 10 ദോശ മാത്രമേ പറ്റുള്ളൂ എങ്കിൽ അതാണ് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൊഡ്യൂസർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൊരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും, കൺസ്യൂമർക്കും ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ഒരു അൺബൗണ്ടഡ് ബഫർ ആണ് എങ്കിൽ കൺസ്യൂമർക്ക് മാത്രമേ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. കാരണം ആ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, കൺസ്യൂമർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് അൺബൗണ്ടഡ് ബഫറും ബൗണ്ടഡ് ബഫറും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ അല്ലേ? അൺബൗണ്ടഡ് മീൻസ് അതിന് ലിമിറ്റില്ല, നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇൻഫോർമേഷൻസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് ഒരു കൺസ്യൂമർക്ക് എന്ത് ചെയ്യണം, ഒരു പുതിയ ഐറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി ബൗണ്ടഡ് ബഫർ ആണെങ്കിലോ അവിടെ ഒരു ഫിക്സഡ് ബഫർ സൈസാണ്. സോ ബോത്ത് പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ മസ്റ്റ് വെയിറ്റ് ഫോർ ദി ബഫർ. If buffer is empty, the customer has to wait, and if the buffer is full, the producer has to wait. അതാണ് കാരണം പാത്രം ഫുള്ളാണെങ്കിൽ ആ കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് അത് എംപ്റ്റി ആണെങ്കിൽ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഈ 2 കേസസ്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഷെയർഡ് മെമ്മറിയിൽ പറയാനുള്ളത്. അപ്പോൾ ഷെയർഡ് മെമ്മറി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഷെയർഡ് സ്പേസ് ഉണ്ട്, ഒരു ഷെയർഡ് മെമ്മറി റീജിയൻ ഉണ്ട്. അതാരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഏത് പ്രോസസ്സാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ആ പ്രോസസ്സാണ് ആ ഒരു മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏത് പ്രോസസ്സിനാണോ അത് റീഡ് ചെയ്യേണ്ടത്, ആ പ്രോസസ്സ് തൻ്റെ അഡ്രസ് സ്പേസ് അതുമായിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഇത്തരം കേസിൽ നോർമലി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് അലോ ചെയ്യില്ല, ഒരു പ്രോസസ്സിൻ്റെ മെമ്മറി ആക്സസ് ചെയ്യാൻ മറ്റൊരു പ്രോസസ്സിനെയും അലോ ചെയ്യില്ല. ഇനി ഇത്തരം കേസസിൽ നമുക്ക് അത്തരം റെസ്ട്രിക്ഷൻസ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രോസസ്സിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ ഒരു പ്രോസസ്സിനെ റൈറ്റ് ചെയ്യാം, അത് മറ്റു പ്രോസസ്സിനെ റീഡ് ചെയ്യാം. ഓക്കെ, so that's all about shared memory systems in operating system. Thank you.